ബി.ജെ.പിയിൽ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് തിരികൊളുത്തി കെജ്രിവാൾ. ബി.ജെ.പി ഭരണഘടന അനുസരിച്ച് 75 വയസ്സു കഴിഞ്ഞാൽ മോദി അധികാരമൊഴിയുമെന്ന് കെജ്രിവാൾ. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് പിടിക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിച്ചു. എന്നാൽ 75 കഴിഞ്ഞാലും പ്രധാനമന്ത്രി സ്ഥാനത്ത് മോദി തുടരുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. സ്വാതി സന്തോഷ് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. സ്വാതി, ഗുരുതരമായൊരു വിഷയത്തിന്റെ ചർച്ചകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ തുടക്കമിട്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? എന്തായാലും ഈ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദിക്കെതിരെ ആഞ്ഞടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അമിത്ഷാ തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പാർട്ടിയിൽ പ്രായപരിധി കൊണ്ടുവന്ന മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയ മോദിക്ക് അടുത്ത വർഷം 75 വയസ്സാകുന്നതോടെ വിരമിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ അമിത്ഷായ്ക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നുമായിരുന്നു കെജ്രിവാൾ പ്രസംഗത്തിനിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. യു.പിയിൽ മോദിക്ക് മുകളിൽ പാർട്ടിക്കകത്ത് വേരുറപ്പിക്കുന്ന യോഗി ആദിത്യനാഥിനെ വെട്ടാനുള്ള നീക്കവും കെജ്രിവാൾ ഈ പ്രസംഗത്തിൽ കൊളുത്തുവിട്ടതാണ്. ഉടനടി തന്നെ അമിത്ഷാ മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് വന്നത്. 75 വയസ്സിൽ എന്നാൽ അമിത്ഷാ പ്രതികരിച്ചത് 75 വയസ്സിൽ മോദി ഒഴിയില്ലെന്നും കാലാവധി കഴിഞ്ഞാലും മോദി തന്നെ തുടരുമെന്നാണ് അമിത്ഷാ ഇതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ചൊല്ലി ബി.ജെ.പിയിൽ ആശയക്കുഴപ്പമില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം 75 വയസ്സ് തികയുന്നവർ വിരമിക്കണമെന്ന നിബന്ധന മോദിയാണ് കൊണ്ടുവന്നത്. അതിന് പിന്നാലെ തന്നെയായിരുന്നു എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയുള്ള നിരവധി നേതാക്കളെ പാർട്ടി നേതൃത്വം തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും യു.പിയിൽ യോഗിക്കെതിരെ നടക്കുന്ന വലിയ നീക്കങ്ങൾ കെജ്രിവാൾ പരസ്യമാക്കിയതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി ലഭിച്ചേക്കുമെന്ന ഭയം കൂടിയാണ് ഇപ്പോൾ ഈ അമിത്ഷായുടെ ഇത്തരത്തിലുള്ള പ്രതികരണം വന്നേക്കുന്നത് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും. അസിത. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.